യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യുദ്ധത്തിലെ ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു വേർഷനാണ്. ഇപ്പോൾ ഇത് പ്രത്യക്ഷമായി തന്നെ ലോകാടിസ്ഥാനത്തിൽ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നു. വിഷയം ഇതാണ്: ഇറാഖിലെ ആണവ റിയാക്ടർ ഇസ്രായേൽ ആക്രമിച്ച പോലെ അപ്രതീക്ഷിതമായിട്ടെങ്കിലും ഇറാന്റെ ആണവ റിയാക്ടർ ഇസ്രായേൽ ആക്രമിക്കും എന്ന് സൗദി അറേബ്യ ഇറാന് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിൻ്റെ സഹോദരനും പ്രതിരോധ മന്ത്രിയുമായ ഖാലിദ് ബിൻ സൽമാൻ രാജാവ് ഇറാനിലെത്തി ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനായിയോട് നേരിട്ട് ഇത് പറയുകയും രാജാവിൻ്റെ കത്ത് കൈമാറുകയും ചെയ്തു. അതോടുകൂടി ഇത് വലിയ പ്രാധാന്യമുള്ള ചർച്ചയായി വന്നു. പക്ഷേ വിഷയം എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ 17-നാണ്. റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്നലെയാണ്. ഇന്ന് രാവിലത്തോടു കൂടിയാണ് അതിനൊരു സജീവത ഉണ്ടാകുന്നത്. ആദ്യ ഘട്ടത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചെറിയ പരാമർശങ്ങൾ ഉണ്ടായെങ്കിലും ആരും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. സന്ദേശം, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു. അത് ചില സൗദി അറേബ്യയോട് വിരോധമുള്ള ചില മീഡിയകളൊക്കെ ഭീഷണിപ്പെടുത്തി സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഉടക്കായി പ്രശ്നങ്ങളായി ആദ്യത്തെ സ്ഥിതിയിലേക്കൊക്കെ പോകുന്നു എന്ന തരത്തിലുള്ള ന്യൂസുകളൊക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റും. പക്ഷെ അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ ദേഷ്യം തോന്നുന്ന സമയത്ത് പറയുക, അല്ലെ വൈകാരികരമായി ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുക എന്നതിനപ്പുറമായി ഒന്നുമില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ പറയുന്നു. ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ വിസമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ആക്രമിക്കുമെന്നും, ഇത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന തരത്തിലാണ്. അപ്പോൾ ഒരു മധ്യസ്ഥർ എന്ന രീതിയിൽ ഈ കാര്യം ഇറാനെ അറിയിക്കുന്നു എന്നുള്ള കാര്യമാണ് സൗദി അറേബ്യ പറയുന്നത്. നമ്മളിപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ മഹാദുരന്തമാണ്. അതിൻ്റെ കെടുതികളും പ്രയാസങ്ങളും പതിറ്റാണ്ടുകളോളം നിലനിൽക്കും. നൂറിന് കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ജനിക്കുന്ന കുട്ടികളിലും ജനിതക വൈകല്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വർഷം 75 കഴിഞ്ഞു, എന്നിട്ടും അതിൻ്റെ വിഷയമാണ്. പല യുദ്ധങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ ദുരന്തങ്ങൾ തലമുറയായിട്ട് കൈമാറ്റപ്പെടും. അപ്പോൾ ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു 4-5 ചാനലുകൾ പ്രത്യേകമായി മാറി നമ്മൾ കാണുകയും നമ്മൾ പഠിക്കുകയും ചെയ്യണം. അവിടുത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ, ജീവൻ മാത്രം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തവർ, ഒടിഞ്ഞു തൂങ്ങിയവരായിട്ടുള്ളവർ, മരണപ്പെട്ടിട്ട് ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നവർ, ജീവനുള്ളവർ ബിൽഡിങ്ങിൻ്റെ അകത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കാത്തവർ, മരിച്ചു കിടക്കുന്നവർ ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയവർ, വെള്ളം കിട്ടാത്തവർ, ഭക്ഷണം കിട്ടാത്തവർ, വസ്ത്രമില്ലാത്തവർ, മരുന്നില്ലാത്തവർ, അങ്ങനെ ഒരു മേഖല അങ്ങനെ തന്നെ അപ്പാടെ തന്നെ ദുരിതക്കയത്തിലാവുക. ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള സെയിം അവസ്ഥ മനുഷ്യൻ നിർമ്മിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്നത്. അത് ആ സ്ഥിതിയാണ് ഇപ്പോൾ ഗസയിലുള്ളത്. തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുകൾ മുഴുവനും, ഒറ്റപ്പെട്ട മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കാനില്ലാത്തൊരവസ്ഥ, ചികിത്സയില്ലാത്ത അവസ്ഥ, കറണ്ടില്ലാത്ത അവസ്ഥ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഇസ്രായേൽ വഴിയാണ് ഗസയിലേക്ക് എത്തുന്നത്. ഇലക്ട്രിസിറ്റി അവിടെ വിച്ഛേദിച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് നമ്മളൊരു ദിവസം ഒരു രാത്രി കറണ്ട് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അത് കണ്ടിന്യൂ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് എല്ലാ മേഖലയും ബാധിക്കും. കറണ്ട് ഭക്ഷണം പോലെ തന്നെ വളരെ നിർബന്ധമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്തിൽ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കെടുതിയും പ്രയാസങ്ങളും യഥാർത്ഥത്തിൽ നേരിട്ട് അനുഭവിക്കാത്തവരാണ് നമ്മളൊക്കെ. അങ്ങനത്തെ പ്രയാസമൊന്നും അനുഭവിച്ചിട്ടില്ല. എന്നാൽ അനുഭവിച്ചവരുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ എന്താവണം? യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ചാനൽ വരുന്ന റിപ്പോർട്ടുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലേശകരമായിരിക്കുന്ന അവസ്ഥ നമ്മുടെ മനസ്സിന് വല്ലാത്ത രീതിയിൽ അലട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല.
നമ്മളിപ്പോൾ പറയുന്ന കാര്യം ഇറാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, അത് അമേരിക്കയിൽ നിന്നാണ് ആ സന്ദേശങ്ങൾ സൗദി അറേബ്യ വഴി മധ്യസ്ഥർ എന്ന നിലക്ക് ഇറാനിലേക്ക് കൈമാറിയത് എന്ന് ഒരഭിപ്രായം പറയുന്നുണ്ട്. ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഇസ്രായേൽ സൗദി അറേബ്യനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ ആ രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്രമായ കാഴ്ചപ്പാടോട് കൂടി അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം സൗഹൃദ രാജ്യം എന്ന നിലക്ക് ഇറാനെ അറിയിച്ചു എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ദേശത്ത് നടക്കുന്ന സംഭവത്തിൻ്റെ ഏകദേശം 30-35% മാത്രമേ ലോകം അറിയുകയുള്ളൂ. അവിടെ നടക്കുന്ന എല്ലാ ദുരിതവും എല്ലാ പ്രയാസ ബുദ്ധിമുട്ടുകളും ഒരിക്കലും ഒപ്പിയെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പിന്നെ യുദ്ധമൊക്കെ വിരാമമൊക്കെ കഴിഞ്ഞതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അനുഭവസ്ഥർ പറയുക. അങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. മിണ്ടാൻ പറ്റാതെ, മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാതെ, കുടിവെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് എന്ത് അനുഭവം പറയാൻ, ആരോട് പറയാൻ എന്നൊക്കെയുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഉണ്ടായ സമയം നമുക്കറിയാം. സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ഭരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു ഭരണമാണ് അവിടെ നടത്തിയത്. മരണപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ കുഴിമാടങ്ങൾ മാന്തിയെടുത്ത് ഇവിടെയാണ് സ്റ്റാലിൻ ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ 1986 കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഗോർബച്ചേവിൻ്റെ ഭരണം വന്നു. അവിടെ ഗ്ലാസ്നോസും പെരിസ്റ്റോയ്ക്കും നടപ്പിലാക്കി. മിണ്ടാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ആ ഒരു നിയമവ്യവസ്ഥയോടനുബന്ധിച്ചാണ് സ്റ്റാലിൻ ചെയ്യപ്പെട്ട ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ സോവിയറ്റ് യൂണിയനിലെ പൗരന്മാർ വിളിച്ചു പറയാൻ തുടങ്ങിയത്. അത് എത്ര വർഷം കഴിഞ്ഞതിന് ശേഷം? 100 കൊല്ലത്തിൻ്റെ ഒക്കെ ശേഷം. അങ്ങനെയാണ് ചരിത്രത്തിൻ്റെ പോക്കുന്നത്. അവർ പറയുന്നു ഇത്രയാളെ ഓരോരോ ഏരിയകൾ വെച്ചുകൊണ്ട് പറയുന്നത്, കിലോമീറ്ററോളം നീളുന്ന ഏരിയകളിൽ മനുഷ്യന്മാരുടെ കുഴിമാടങ്ങൾ കൂട്ടമരണം നടത്തിയിട്ട്, കൊലപാതകം നടത്തിയിട്ട് വാരി വലിച്ച് കുഴിച്ചിട്ട ഏരിയകളൊക്കെ, അവരുടെ എല്ലും കഷ്ണങ്ങളും തലയോട്ടുകളൊക്കെ പുറത്ത് മാന്തിയെടുത്തിട്ട് ഞങ്ങളുടെ പൂർവികരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈകാരികമായിരിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഗോർബച്ചോവിൻ്റെ ഭരണകാലത്ത് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ്റെ ഏറ്റവും വലിയ പ്രതിമകളൊക്കെ ഇടിച്ച് നിരപ്പാക്കി തച്ച് തകർത്തുകൊണ്ട് അവർ കടലിലേക്ക് എറിയുന്ന ഭാഗങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വൈകാരികപരമായി തന്നെ ലോകം കൊണ്ടു നടന്നതാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതി അങ്ങനെയാണ്. നമ്മളിപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാത്രം അന്താരാഷ്ട്ര മീഡിയകൾക്കൊക്കെ എങ്ങനെ റിപ്പോർട്ട് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ കൂടുതലും ഒന്നുകിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്ന റിപ്പോർട്ടാണ്. അല്ലെങ്കിൽ UN സഭയുടെ പ്രതിനിധികൾ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് ഇത്ര ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, ഇത്ര ആൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ അതും റിപ്പോർട്ടായിട്ട് നൽകപ്പെടും. പിന്നീട് സാഹചര്യങ്ങളും മറ്റുള്ള വഴികളൊക്കെ തേടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കൂടുതലും വരുന്നത്. അപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ കിട്ടുക എന്ന് പറയുന്ന സമയത്ത് വളരെ പ്രയാസം. ഇവിടെ കേരളത്തിൽ 24 ചാനൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിലേക്ക് പോയിരുന്ന 2 ആളെ പ്രതിനിധികൾ അവർ അയച്ചിരുന്നു. ലൈവായിരിക്കുന്ന റിപ്പോർട്ട് 2-3 ദിവസമൊക്കെ പുറത്ത് വരികയും ചെയ്തിരുന്നു. പിന്നീട് അവരെയും കണ്ടിട്ടില്ല, ആ ലൈവായിരിക്കുന്ന റിപ്പോർട്ടും കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായതിന് ശേഷം മടങ്ങി വന്നതാവാം. കാരണം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ 24 ചാനലിലൂടെ കണ്ടതായിട്ട് കാണുന്നില്ല. ഇസ്രായേൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഒരുപാട് ചാനലുകൾ അവരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒരു ബസ്സിൽ കയറ്റിയിട്ട് ഹമാസ് ആക്രമണം നടത്തിയ 2-3 ഏരിയകളൊക്കെ കാട്ടിക്കൊടുത്തു. അവർ കാണിച്ചു കൊടുക്കുന്ന ഏരിയകൾ അവർക്കനുസരിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അതിനിപ്പോൾ ഇസ്രായേൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവർ മടങ്ങിയിട്ടുണ്ടാവും ഒരു പക്ഷേ. ഇതൊക്കെയാണ് ചില യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട നടക്കുന്ന സ്ഥിതികൾ. വളരെ കുറച്ച് മാത്രമേ അറിയൂ. കൂടുതൽ അറിയുന്നത് യുദ്ധവിരാമത്തിന് ശേഷമാണ് എന്ന് ചുരുക്കം. നമ്മൾ പറയുന്ന കാര്യം, ഇറാഖിലെ ആണവ കേന്ദ്രം ആക്രമിച്ച പോലെ ഇറാൻ്റെയും ആണവ കേന്ദ്രം ആക്രമിക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായിരിക്കുന്ന പദ്ധതികളൊക്കെ ഇസ്രായേൽ ഒരുക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ സമ്മതമില്ലാതെ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ എങ്ങനെയാണെങ്കിലും ഇസ്രായേൽ അമേരിക്ക പിന്തുണക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. 981 ജൂൺ മാസം 7-ാം തീയതിയാണ് ഇറാഖിലെ ആണവ റിയാക്ടർ ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഒസിറാക്ക് ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിച്ചു. 10 പേർ മരണപ്പെട്ടു. ഒരു ഫ്രഞ്ചുകാരനും ഉണ്ടായിരുന്നു. അങ്ങനെ 11 പേരാണ് ആ സമയത്ത് മരണപ്പെട്ടതായിരിക്കുന്ന വിവരം പറഞ്ഞു. ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് രസകരമായിരിക്കുന്ന വിഷയം. ഈ കുറുക്കൻ്റെ സ്വഭാവമാണ് ഇസ്രായേലിന് അവസരം നോക്കിയിട്ടും സാഹചര്യം നോക്കിയിട്ടും അവർ ആക്രമിക്കും. അപ്പോൾ ഈ 981 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറാനും ഇറാഖും തമ്മിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന കാലം. അപ്പോൾ ഒരു രാജ്യം ഒരു യുദ്ധമുഖത്താണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സൈനികരും അതിൻ്റെ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും അടക്കമുള്ള എല്ലാ സന്നദ്ധ സംവിധാനം യുദ്ധമുഖത്താവും, സംശയമൊന്നുമില്ല.
മീഡിയക്കാരും പത്രക്കാരും പ്രതിപക്ഷവും ഭരണപക്ഷവും സംയുക്തമായി ചേർന്ന് നിന്നിട്ടാണ് യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യയുദ്ധമാകുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാത്ത ഏതെങ്കിലും മീഡിയക്കാരുണ്ടോ, പത്രക്കാരുണ്ടോ, രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ? പ്രതിപക്ഷ നേതാവൊക്കെ വലിയ പിന്തുണ കൊടുത്തല്ലോ. എല്ലാ കാര്യത്തിലും ഈ BJP അല്ലെങ്കിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ആളുകൾ പോലും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമ്പൂർണ്ണമായിരിക്കുന്ന പിന്തുണ സർക്കാരിന് പറഞ്ഞു. അങ്ങനെയാണ് ലോകത്തൊക്കെ നടക്കുന്ന ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സാധാരണ ഇതിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഇറാനും ഇറാഖും തമ്മിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന വേളയിലാണ് ഇസ്രായേൽ പതിഞ്ഞിരുന്ന് എന്ന തരത്തിൽ ഇറാഖിൻ്റെ ആണവ റിയാക്ടർ ഒസിറാഖ് ന്യൂക്ലിയർ റിയാക്ടർ എന്നാണ് പറയുന്നത് ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിന് പൊടുന്നനെ തിരിച്ചടി നൽകാൻ പറ്റാത്ത വിധം ഇറാഖ് എന്ന് പറയുന്ന രാജ്യം യുദ്ധമുഖത്തായിരുന്നു, അമ്പരന്ന് പോയി എന്നാണ് പത്ര റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ. അപ്പോൾ അവസരവും സാഹചര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ രണ്ട് ആടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് എപ്പോഴാണോ അവസരം, ഏത് ആടാണോ തളർന്നു വീഴുന്നത് ആ സമയത്ത് ചാടിപ്പിടിക്കുന്ന പ്രവൃത്തി ഇസ്രായേൽ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായിരിക്കുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് സൗദിയുടെ സന്ദേശത്തോടു കൂടി മനസ്സിലാകുന്നത് എന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതിൻ്റെ മറ്റൊരു വശമുണ്ട്. ആ മറ്റൊരു വശമാണ് ഏറ്റവും രസകരമായിരിക്കുന്ന കാര്യം. ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ 17 ഏപ്രിൽ 17 ഈ സംഭവം നടന്നതിന് ശേഷം വീണ്ടും 2 പ്രാവശ്യമെങ്കിലും ഇറാനും അമേരിക്കയും ആണവായുധ സമാധാന ചർച്ച നടത്തി. ഈ ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന, മനസ്സിലാക്കിയ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതിരുന്ന സമയത്തും അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകിയിട്ടില്ല. അതിന് ശേഷം അവർ പറയുന്ന കാര്യം വീണ്ടും അവരുമായിട്ട് ചർച്ച നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാകാത്ത, അല്ലെങ്കിൽ അമേരിക്കക്ക് പോലും പിടികിട്ടാത്ത എന്തൊക്കെയോ സംവിധാന കാര്യങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ നൽകി, ഈ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ എന്നാൽ ഞങ്ങൾ കരാറിൽ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ആ കരാറിൽ ഒപ്പിടണം, അങ്ങനെ അത് അവസാനിപ്പിച്ചിട്ടില്ല. ഇറാൻ ഇപ്പോഴും ഞങ്ങളുടെ നയനിലപാടിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ തയ്യാറല്ലെന്ന് കണിശമായിരിക്കുന്ന നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നു. അപ്പം നമ്മൾ പറയുന്ന കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന കുറുക്കൻ അവസരവും സാഹചര്യങ്ങളും നോക്കി പാത്ത് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട്. അത് അതിനേക്കാൾ വലിയ രസകരമായിരിക്കുന്ന കാര്യമാണ്. അത് അമേരിക്കയോട് പറഞ്ഞാണ്, പലവട്ടം പറഞ്ഞതാണ്. ആ കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടണം. അഥവാ അമേരിക്ക മിഡിൽ ഈസ്റ്റിൻ്റെ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചോ ന്യൂയോർക്കിൽ നിന്നാണെങ്കിൽ പോലും ഇറാനെ ആക്രമിക്കുകയും ഇറാനും അമേരിക്കയും യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും വേണം. അത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. എങ്ങനെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമായി വരുന്നത്? അവിടെയാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പ്രസക്തമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം എന്താണ്? എങ്ങനെയാണ് ഇസ്രായേൽ ഇറാഖിനെ ആക്രമിക്കുന്നത്? ഇറാഖിൻ്റെ ആണവ റിയാക്ടർ കേന്ദ്രത്തെ ഇസ്രായേൽ ആക്രമിക്കുന്നത് എങ്ങനെയാണ്? ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന മുഹൂർത്ത സമയത്ത് അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ്. 8 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ 10 ലക്ഷം മനുഷ്യന്മാർ മരിച്ചു എന്നാണ് കണക്കാക്കുന്നത്. കൃത്യമായിരിക്കുന്ന 10 ലക്ഷം ആവില്ല എന്നുള്ളത് നമുക്കറിയാം. യുദ്ധമുഖത്ത് മരിക്കുന്നവരെയും കാണാതാവുന്നവരുടെയും ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാൻ ഒരു സർക്കാരും ഒരു കാലത്തും മുന്നോട്ട് വന്നിട്ടില്ല. നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് അത് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ മുഹൂർത്തമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്രായേൽ ഇറാഖിനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക ഇറാൻ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. അമേരിക്ക ആക്രമിക്കാനുള്ള സാധ്യത ഉള്ളത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ പറഞ്ഞ കണക്ക് നോക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ തിരിച്ചടിക്കും. അവർ തമ്മിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധമുണ്ടാകും. ഈ യുദ്ധത്തിനിടയിൽ ഇറാൻ്റെ ആണവ റിയാക്ടറെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിക്കും. അവരുടെ കുറുക്കൻ്റെ ബുദ്ധി അങ്ങനെയാണ് ആ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നത് പല സമയത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ്.
പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്. അവരുദ്ദേശിക്കുന്നത് ഏത് തരത്തിൽ എന്ന് പറഞ്ഞാൽ, യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇറാന്റെ സൈനിക മേഖലയെയും ആണവ മേഖലയും അതുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും ആക്രമിക്കാൻ ഇസ്രായേലിന് അവസരമുണ്ടാവും. ഈ അവസരം ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്തുണ്ടാവണം? ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാവണം. അവർ തമ്മിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സമയങ്ങൾ ഇറാൻ ഒരു പക്ഷേ ഇല്ലാതെ പോകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കണമെന്ന് വീണ്ടും വീണ്ടും ഇസ്രായേൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം.